അവന്റെ പേരിൽ മാത്രമല്ല ഫസ്മിനാൻക്കും എതിരെ കൊടുക്കണ്ട്. റിഫ, സഫ, മെഹറിൻ എന്തൊക്കെയാണ് കിടക്കുന്നത്. മഹനാസ്, ഫസ്മിന, തൊപ്പിയുടെ കാമുകി. അടിപൊളി അടിപൊളി അടിപൊളി. ഒരു വല്ലാത്ത ഒരു സ്റ്റോറിയായത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെങ്കാശി പട്ടണം പടത്തിനകത്ത് നമ്മുടെ ദിലീപ് എന്ന് പറയുന്ന പോലെയുള്ള അവസ്ഥയാണ്. ഓക്കെ, എന്തായാലും ഒരു വോയിസ് പുറത്തു കൊണ്ടിട്ടുണ്ട് സഫ. പിന്നെ അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം ഒരു ഇൻഫ്ലുവൻസർ ഉണ്ട്, അദ്ദേഹം കണ്ട് പെണ്ണ് കേസിൽ കണ്ട് അറസ്റ്റ് ഒക്കെ ചെയ്തതാണ്. അദ്ദേഹം ഈ പറയുന്ന സഫയും കൂടെ സംസാരിക്കുന്ന കുറച്ച് സംഭാഷണമൊക്കെ ഉണ്ട്. ഈ ഖാദർ കരിപ്പൊടി പണ്ടേ പറഞ്ഞതാണ് സഫയോട് ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. അന്ന് ഖാദറിനെതിരെ വീഡിയോ ഇട്ട ടീംസുകളാണ് ഇപ്പോൾ ദേ നടക്കുന്നത്, ഖാദറിന്റെ സപ്പോർട്ടിന് വേണ്ടി നടക്കുന്നു. ഓക്കെ, അതുപോലെ തന്നെ ഈ മഹനാസിനെതിരെയാണ് എല്ലാവരും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. റിഫയുടെ കാര്യമാണ് പറയുന്നത്. സ്വന്തം ഭാര്യ മരിച്ച സമയത്താണെങ്കിൽ പോലും ലൈവ് ഇടാൻ പോയി ഒരു വൃത്തിയട്ടവനാണെന്ന് അവനെക്കുറിച്ച് പറയുന്നത്. ഇപ്പം അവനാണെങ്കിൽ ഒരു ഫോട്ടോ എടുത്ത് അവനെ കടിച്ച് പിച്ചി മാന്തി എന്നും പറഞ്ഞിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ചെയ്ത് കൊച്ചു പിള്ളേരെ പോലെ. എന്തുവാടെ നാണവും മാനവും ഇല്ലടേ. ആണുങ്ങളുടെ വില കളയാതടേ. ഞാൻ ഉള്ളതായിരുന്നു തുറന്നു പറയാമല്ലോ. ഓക്കെ, നീ ഇപ്പം നിന്റെ പെണ്ണിനെ സ്നേഹിക്കുവാണെങ്കിൽ അവളോട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം മാറ്റാൻ വേണമെങ്കിൽ നീ കാല് പിടിച്ചു. അല്ല ഇതുപോലെ പിച്ചി മാന്തി എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ കൊണ്ടിടുകയും നാണക്കേടാ. ഉള്ളതായിരുന്നു തുറന്നു പറയാമല്ലോ. നാറ്റ കേസ് കെട്ടാണ് നിനക്ക്, ഇതുപോലുള്ള കേസ് കെട്ടൊക്കെ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് ഒരു വോയിസ് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വോയിസ് ആണ്. അത് വോയിസ് മൊത്തം നിങ്ങളിരുന്ന് കേൾക്കുക. ഈ പറഞ്ഞ സഫയും മറ്റേ ഇൻഫ്ലുവൻസറും കൂടെ സംസാരിക്കുന്ന ഒരു വോയിസ് ആണ്. അത് നിങ്ങളൊന്ന് കേൾക്കണം, മൊത്തം കേൾക്കണം. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെല്ലാവരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. കുറച്ച് ആൾക്കാരുടെ തൊട്ട് ഈ വീഡിയോ ഇട്ടത് ഒന്ന് ഷെയർ ചെയ്യുക ഈ ഒരു വിഷയം. കാരണം എന്ന് പറഞ്ഞാൽ ഇവൻ ഇന്നും ഇതിനെ തുടങ്ങിയതല്ല ഈ ചെക്കന. പിന്നെ ലല്ലുവായിട്ട് ഒളിച്ചോടി പോയെന്നുള്ള രീതിയിലല്ല ആണ് പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നുമല്ല, ലല്ലു വന്ന് കൊണ്ടുപോയതാണ്, ഹെൽപ്പ് ചെയ്തതാണെന്ന് പറയുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ഫസ്മിനെ എന്തായാലും ഇവർ തമ്മിൽ പ്രേമമാണ് മറ്റാണ് അഭീതമാണെന്നൊക്കെ പറഞ്ഞ് ആ രീതിയിലാണ് സെറ്റപ്പ് അടിക്കുന്നത്. കാരണം അവൾ വൈരാഗ്യം തീർക്കുവാണല്ലോ. എൻ്റെ പൊന്നു ഫസ്മിനെ ഞാൻ ഒരു കാര്യം തുറന്ന് പറയാം. കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയത്തില്ലേ, അതാണ് നിനക്ക് കിട്ടിയത്. തൊപ്പിയുടെ കാര്യത്തിൽ തന്നെ നാട്ടുകാർക്ക് മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ, എന്തായാലും ആദ്യം ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അവർ ഒളിച്ചോടി പോകുന്നതിൻ്റെ ദൃശ്യമാണെന്നും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അൽത്തുമോൻ ഇറക്കിയതാണ്. അൽത്തു കുട്ടൻ്റെ ആ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം. അവൻ്റെ ഞാൻ കട്ട് ചെയ്തതാണ്. ഓക്കെ, ഇതാരോ ക്യാമറ ഷൂട്ട് ചെയ്തതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതങ്ങാണ്ട് CCTV ദൃശ്യമാണ് പുറത്തെന്നൊക്കെ പറയുന്നൊക്കെ എനിക്ക് തോന്നുന്നില്ല. ക്യാമറയിൽ അങ്ങോട്ട് ഷൂട്ട് ചെയ്തതാണ്. ഇനി ഇവറ്റകളൊക്കെ ഇനി പ്ലാൻ ചെയ്യുന്നതാണോ എന്തുവാണെന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. കാരണം ഒന്നിനും ഒരു ലൈസൻസും ഇല്ല, ഒരു ബ്രില്ലും ഇല്ല, ബ്രേക്കും ഇല്ല. ആ രീതിയിൽ പോകുന്ന കേസ് കേട്ടാണ് സത്യത്തില്ല. ഓക്കെ, ആ ഒരു വോയിസ് വെക്കുന്നതിന് മുമ്പ് നമ്മുടെ ഖാദർ കരിപ്പൊടി ഈ പറയുന്ന റിഫേന്റെ കുഞ്ഞ്, അതായത് മഹനാസിന്റെ ആദ്യ ഭാര്യയുടെ കുഞ്ഞ്, അവന്റെ കുഞ്ഞ് തന്നെ, ആ കുഞ്ഞുമായിട്ട് ഖാദർ നിൽക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, ഒന്ന് വെക്കാം. ഈ ഫ്രീക്ക് സ്റ്റൈലിലൂടെ കേൾക്കുന്നത് നമ്മുടെ അസാരിപ്പുത്തനാണ്. അസാരിപ്പുത്തൻ കുറെ വലുതായി. ഞാനിപ്പോൾ റിഫയുടെ വീട്ടിലാണ്. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമാണ്, എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് അടിപൊളി കേട്ടോ. പുള്ളി ആ ഒരു ഫാമിലിക്ക് വേണ്ടി ഇപ്പോഴും നിൽപ്പുണ്ട്. സ്വന്തം തന്ത പോലും തിരിഞ്ഞു നോക്കുന്നില്ല. അവൻ 5 മാസം കഴിഞ്ഞിട്ട് വേറൊരുത്തേ കിട്ടുകയും ചെയ്ത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റയ്ക്കൊക്കെ ജീവിക്കുന്ന പിള്ളേരുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. ഓക്കെ, ഒരു ഇൻഫ്ലുവൻസർ ഇതിനിടയിൽ ഇടപെട്ടിട്ടുണ്ട്. അവന് എന്തോ പെണ്ണേഴ്സിലെങ്ങാണ്ട് അറസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. ഇൻസ്റ്റയിലൊക്കെ അത്യാവശ്യം ഫേമാണെന്നൊക്കെ പറയുന്നുണ്ട്. അവനും സഫയും കൂടെ തമ്മിൽ സംസാരിക്കുന്ന ഒരു ഇതുണ്ട്. അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു വോയിസ് ഒന്ന് കേൾക്കുക. ഹലോ ഹലോ, എടി എന്താണ് സംഭവം? ഇതൊരു കാര്യം ചെയ്യ്. ഹലോ, എന്ത്? ഇത് അവന്റെ പേരിലേ, അവന്റെ പേരിൽ മാത്രമല്ല ഫസ്മിനാൻക്കും എതിരെ കൊടുക്കണ്ട്. ഫസ്മിനാന്റെ പേരില് ഈ പറയുന്ന ചെക്കൻ തൊപ്പിന്റെ കൂടെ ഉള്ളതാണോ? തൊപ്പിയുടെ കൂടെയാ പിന്നെ? അല്ലല്ല അല്ലപ്പാ. പിന്നെ ഖാദർ അത് ഇട്ടിട്ട് കത്തിക്കാൻ നോക്കും. ഖാദർ കത്തിച്ചോട്ടെ, ഞാൻ ഖാദറിന്റെ കൂടെ തന്നെ. ഞാൻ ഖാദറിന് മെസ്സേജ് ഉണ്ട്. ഖാദർ പറഞ്ഞു നീ സത്യങ്ങളും കാര്യങ്ങളും എനിക്ക് പറഞ്ഞെങ്കിൽ നിന്റെ കൂടെ ഒന്ന് ഞാൻ സംസാരിച്ചോളാന്ന് പറഞ്ഞിട്ടുണ്ട്. മേനുവിന് ഖാദറിന്റെ അടുത്ത് ഞാൻ മെസ്സേജ് അയക്കുന്ന പറയുമ്പോ നല്ല പൊളിയും. എനിക്ക് അതേ കൊടുക്കാനുള്ള വേറെ വഴിയില്ല. കാരണം ഞാനായിട്ട് വീഡിയോ ഇടൂല, മനസ്സിലായ? കാരണം ഞാൻ സോഷ്യൽ മീഡിയയിൽ ഇട്ടെങ്കിൽ ഞാൻ കേസ് കൊടുക്കണേന് ഒരു പ്രസക്തി ഇല്ല. ഇനി ഇതിന്റെ ഇടയിൽ കിടന്ന് ഇതാക്കാൻ നിക്കണ്ട. ഇനി ആ വൈഫിനെ ഇടങ്ങേറാക്കല്ല. ഞാനില്ല, ഞാൻ ഈ വിഷയത്തിലല്ലേ. ഞാനിപ്പോ ഈ കാര്യത്തിൽ സംസാരിക്കാനും ഇല്ല, പറയാനും ഇല്ല. ഞാൻ നിർത്തിയതാ. പക്ഷെ അവർക്കും കുറച്ച് ലെവല് തെറ്റിയാണ്. വെറും മൈരത്തിലല്ല കാട്ടുന്നത്. സ്വന്തം ഭാര്യനെ പറ്റി ആയിക്കോട്ടെ, അതിപ്പോ ഖാദർ പറഞ്ഞിട്ടില്ലേ, റിഫ മരിച്ച സമയത്തല്ലേ ആ സ്റ്റോറി ഇട്ടത്. അതുപോലെ തന്നെ ഇതും ചെയ്തിട്ടുള്ളൂ.
ചെയ്യട്ടെ, കുഴപ്പമില്ല. അവന്റെ അടുത്ത് വേറെ എന്തൊക്കെ തെളിവുണ്ടെന്നൊക്കെ പറയണ്ടല്ലോ. എന്ത് ഒരു തെളിവുണ്ടാവില്ല, ഇടാൻ പറയും. എന്താ ടീഷർട്ട് അതെന്താ സംഭവം എന്ന് വെച്ചെങ്കിൽ എന്റെ വണ്ടി ഞാൻ പറഞ്ഞില്ലേ ഒരാള് കൊണ്ടുപോയിട്ട് 7 ദിവസമായിട്ട് വണ്ടീന്റെ ഇത് തന്നില്ലാന്ന്. ഇത് അടക്കാൻ തന്നില്ല. അപ്പൊ ഞാൻ എന്താക്കി വേറെ ആളെ ഏൽപ്പിക്കാൻ നിന്ന്. അപ്പൊ ആ പുള്ളി വന്നിട്ടാകുമ്പോ വണ്ടിയിൽ ലഗേജ് വെക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ പുള്ളി എന്തായാലും കൊച്ചിയിലൊരു ഫ്ലാറ്റ് നോക്കിയിട്ടുണ്ട് റെന്റിന്. അപ്പൊ അത് കിട്ടണ വരെ എന്റെ ഫ്ലാറ്റിൽ ജസ്റ്റ് ബാഗ് വെച്ചു. അപ്പൊ ഇവന്റെ ഫ്രണ്ടാണ് ലല്ലു. അപ്പൊ ലല്ലുവിന്റെ കുറച്ച് കാര്യങ്ങൾ ഇവന്റെ കയ്യിൽ ആകെ ഒരു ടീഷർട്ടോ അങ്ങനെ എന്തോ ലല്ലുവിന്റെ കുറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു. പ്രൂഫും കുറച്ച് കാര്യങ്ങളും. ലല്ലു ആണ് ഈ ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ്. ആ അതാണ് തൊപ്പീന്റെ ലൈനല്ലായിരുന്നു ഫസ്മിന. അതാണ് സംഭവം. അതാണ് ഫസ്മിനൊക്കെ ഇതിലുള്ള റോള്. അതാണ് ഇതിലുള്ള റോള്. അവര് ഡിവോഴ്സ് ഒക്കെ അവരിതായി ലീഗലി ഒന്നും ഉണ്ടായില്ല. നിക്കാഹ് കഴിച്ചിട്ടു അതെല്ലാം കഴിഞ്ഞ് അവരിപ്പോ ഒരു ബന്ധമില്ല. എന്നാ പോലും അവള് അവനെ വെറുതെ വിടുന്നില്ല. അതാണ് ഫസ്മിന ബൈനാസിന്റെ കൂടെ നിന്നിട്ടുള്ളത്. അതാണ്. ഇന്നലെ 2 എണ്ണം കൂടി എന്നെ ഭീഷണിയായിരുന്നു. ഇന്നലെ എന്തൊക്കെ സംഭവം ഉണ്ടായെന്നറിയോ? ഇവിടെ ഉണ്ടായ എന്നെ തിരൂര് വരുത്തിച്ചിട്ട് ഒന്ന് തിരൂര് വരുത്തിച്ചിട്ട് എന്റെ അടുത്ത് പറഞ്ഞ് ഞാൻ എന്റെ കൂടെ ആരുമില്ല കൊറേ നോണയൊക്കെ പറഞ്ഞിട്ട് സ്റ്റേഷനിലെ നോണയൊക്കെ പൊക്കി. എന്നിട്ട് നല്ല അടി കിട്ടി മേനോന് പോലീസുകാരന്റെ പറയുന്നു. പോലീസ് സ്റ്റേഷനിൽ നിന്ന്. കാരണം മേനോ എന്റെ അടുത്ത് മേനോന്റെ കൂട്ടുകാരന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ ഒറ്റക്കാ വന്നെന്ന് എന്റെ അടുത്ത് പറഞ്ഞേ. അവിടെ എത്തിയപ്പോ മേനോന്റെ കൂട്ടുകാരനുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു മേനോന്റെ കൂട്ടുകാരന്റെ വാപ്പ മരിച്ചെന്ന് പറഞ്ഞിട്ട് ഒറ്റക്കുള്ളേന്ന് പറഞ്ഞു വന്നപ്പോ പുറകെ കൂടെ പുള്ളി വന്നെന്നൊക്കെ പറഞ്ഞു. അപ്പോത്തിനും പുള്ളീനെ വിളിച്ചിട്ട് ചോദിച്ചപ്പോഴേക്ക് പുള്ളി പറഞ്ഞു വാപ്പ മരിച്ചല്ലോ അവിടെ ആണ്ടാന്ന് പറഞ്ഞു. അപ്പോത്തിന് മേനോ ചേട്ടാ നീ മരിച്ചെന്നല്ലേ പറഞ്ഞു. അപ്പോത്തിന് പറഞ്ഞു കിട്ടി. അപ്പോത്തിന് എന്റെ അടുത്ത് പുറത്തേക്കാൻ പറഞ്ഞു. എന്നിട്ട് കൊടുത്ത് വടിയും കൊണ്ട് എന്തോ കൊടുത്ത് തലക്കിട്ടൊക്കെ കൊടുക്കണ്ടായി പോലീസുകാരന്മാര്. നോണ എന്നെ പറഞ്ഞോണ്ടിരിക്കണ്ടായി കൊറേ. എന്നിട്ട് ലല്ലുവിന്റെ അവന്റെ ബാഗ് ഉണ്ട്. അവന്റെ ബാഗിൽ ഇപ്പൊ മേനോന്റെ സാധനങ്ങൾ മൊത്തം ഇട്ടേക്കെ. ആ ബാഗ് നമ്മുടെ എന്ന് പറഞ്ഞപ്പോ അവര് പറയാ എന്റെ ബാഗാന്ന്. മേനു നാണുണ്ടോ? എന്നിട്ട് ലല്ലുവിന്റെ ഇതിന്റെ ATM കാർഡ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായത് ATM കാർഡ് ഒരു സ്വൈപ്പ് ചെയ്ത് നോക്കി പൈസ എടുക്കാൻ. അമ്മാതിരി പണിയൊക്കെ ചെയ്ത് ഇന്നലെ. എന്നിട്ട് ഭയങ്കര ഇന്നലെ ഞാൻ അങ്ങോട്ട് അവിടെ തിരൂര് റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോഴേക്കും എന്റെ ഡ്രൈവർ അവനെ കേറിയിട്ട് മുറുക്ക പിടിച്ചിട്ട് 2 എണ്ണം കൂടി പോയി. മേനോ അപ്പോത്തിന് എന്നെ വീഡിയോ എടുത്തു. അപ്പൊ ഞാൻ വീഡിയോ എടുത്തപ്പോ എന്റെ ഫോൺ പിടിച്ചിട്ട് പോയി ചാലു. എന്റെ ഫോൺ തട്ടിപ്പറിച്ച് കൊണ്ടുപോയി. എന്നിട്ട് ഞാൻ ഫോൺ താന്ന് പറഞ്ഞപ്പോഴേക്കും ഭയങ്കര സീൻ. അപ്പോത്തിന് ലല്ലു അവിടെ നിന്ന് വന്നു. ലല്ലുവിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു മേനു ഇത് സംസാരിക്കാൻ പറഞ്ഞിട്ട്. ലല്ലു മലപ്പുറത്തുണ്ടായി. അപ്പൊ ലല്ലുവും വന്ന് അപ്പോത്തിന് കുറച്ച് ഇടിയും വലിയൊക്കെ ആയി. ലല്ലുവിന്റെ തലക്കിട്ട് മറ്റവൻ എന്തോ വെച്ച് കൊടുത്ത് കൈയൊക്കെ മുറിഞ്ഞ് ലല്ലു അപ്പോത്തിന് ഹോസ്പിറ്റലിലേക്ക് പോയി. ഞങ്ങൾ അപ്പോത്തിന് സ്റ്റേഷനിലേക്ക് പോയി. എന്നിട്ട് അപ്പോത്തിന് മേന അവിടെ കിടന്ന് പറഞ്ഞത് എന്റെ ഫോണാന്ന് പറഞ്ഞോണ്ടിരുന്നു അവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ ഫോൺ. അപ്പൊ പോലീസുകാരൻ പറഞ്ഞു നീ എങ്കിൽ ലോക്ക് തുറക്കടാന്ന് പറഞ്ഞു. അപ്പൊ ലോക്ക് തുറക്കാൻ പറ്റിയില്ല. അപ്പൊ എന്റെ ഫോണല്ലേ. അപ്പൊ ഇപ്പൊ ഞാനിപ്പോ ആലുവ സൈബറിൽ എല്ലാ ലിങ്കും സ്റ്റോറിയുടെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. കാരണം സ്റ്റോറിയിൽ ഇനി യൂട്യൂബിൽ വീഡിയോ ഇടുന്നല്ലേ പറഞ്ഞേ. യൂട്യൂബിൽ വീഡിയോ വന്നതിന് മുന്നേ ഞാൻ അതിന് വേണ്ടിട്ട് ഞാനിപ്പോ ആലുവയിലേക്ക് എത്താൻ നോക്കണേ. അപ്പൊ ഇവിടെ പെട്രോൾ പമ്പിൽ കയറിയൊക്കെ വല്ലാത്ത അവസ്ഥയല്ല മക്കളെ നിങ്ങളൊക്കെ. ഞാൻ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഞാനെല്ലാം അറിയിക്കണേ. ഞാൻ മര്യാദക്ക് ആദ്യം കൂളായിട്ട് എല്ലാത്തിനും നിന്നത്. ഞാൻ മൈനോട് പറഞ്ഞാടാ മൈന ഇനിയിപ്പോ അടങ്ങൂല. ഇനിയിപ്പോ അവർ രണ്ടാളും ഇതാക്കും. ഫസ്മിനെ വിടും ഇവനും വിടും. ഫസ്മിനെ വേറെ വഴിക്കിടും വേറെ വഴിക്കിട്ടും. പക്ഷെ ഇതിന്റെ ഇടയിൽ റീച്ച് ഉണ്ടാവുന്നത് കാതൽ കരിപ്പിടിക്കും. അത് ശരിയാ. അവന്റെ ഒരു തെറ്റ് ശരി വെക്കുന്ന രീതിയിലുള്ള വർത്തമാനമൊക്കെ കാതർ എന്റെ അടുത്ത് സംസാരിച്ചിട്ട് പറഞ്ഞു നിന്റെ അടുത്ത് ഞാൻ അന്നേ പറഞ്ഞതല്ലേ അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യാറുണ്ട്, അവൻ ചെയ്യണത് മൊത്തം നോണേന്നൊക്കെ നീ പറഞ്ഞപ്പോ നീ എന്നെ കുറ്റക്കാരനാക്കില്ല എന്നൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് ഇതാക്കി. എന്നിട്ട് പറഞ്ഞ നീ എന്റെ അടുത്ത് എല്ലാ സത്യവും തുറന്നു പറഞ്ഞെങ്കിൽ ഞാൻ നിനക്ക് കൂടെ നിന്നോണ്ട് ഞാൻ നിനക്ക് വീഡിയോ ഇട്ടുതരാം അങ്ങനെയൊക്കെ പറഞ്ഞ എന്റെ അടുത്ത് സംസാരിച്ചു. അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ അനിയത്തിമാര് പറഞ്ഞു നീ വേഗം കാതറോടെ കൂടിപ്പോന്ന് പറഞ്ഞു. കൂടിക്കോളാൻ കാരണം എന്താന്ന് വെച്ചെങ്കിൽ മേനൂന് കാതറിനൊട്ടും ഇഷ്ടമല്ലല്ലോ. അതാണ്. ഞാന് എന്റെ ചെറിയൊരു അഭിപ്രായം പറയാട്ടോ, ഒന്നും വിചാരിക്കല്ലേ. ഇല്ല പറഞ്ഞു.
ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കിടന്ന് ശ്വാസം വലിക്കുന്ന ഒരു പൈതലുണ്ട് എന്നുള്ള കാര്യം രണ്ടാളും മറക്കണ്ട കാര്യം. അതറിയാം. അല്ല ഇത്രയും നാളും കുട്ടീനെ കാണാനിട്ട് ഇന്നലെ ഫോൺ മേടിക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചിട്ട് അപ്പൊ ആ കുട്ടീനെ കാണണമല്ലോ. അവനെന്തിനാ ഈ തിരുവുക്ക് മുടി കളയുന്നത്? ഞാൻ ഇന്നലെ എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു തൃശ്ശൂര്. തൃശ്ശൂരിന് ഞാൻ വന്നിട്ടാവുമ്പോ മേനു കാസർഗോഡ് പോണേ. അതിനിടക്ക് മേനു എന്നെ കാണണം. പക്ഷെ ഞാൻ കറക്റ്റ് ലൊക്കേഷൻ പറഞ്ഞു കൊടുത്തില്ല. ഞാൻ പറഞ്ഞു ഞാൻ തൃശ്ശൂരാ ഉള്ളത്. അല്ല ഞാൻ ശരിക്കും മലപ്പുറം ഉണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂരുണ്ടാന്ന് പറഞ്ഞ. എന്നിട്ട് അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു ഞാൻ ഇവിടെ ഉണ്ട് ഒറ്റക്കാന്ന് മറ്റേന്ന് പറഞ്ഞു. ഭയങ്കര സെന്റിപ്പാ. അറിയാലോ. അവിടെ ഓൻക്ക് പ്രാന്താട്ടോ. ഓൻക്ക് മെന്റലാണോ? ഓൻക്ക് മെന്റലായി. ഇത് ഞാൻ ചിലടത്ത് കാര്യം മറ്റേ സുലു എന്ന് പറഞ്ഞ ചെക്കനില്ലേ, ആ ചെക്കൻ എനിക്കെതിരെ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട്. അതായത് എന്നെ കുറ്റം പറഞ്ഞ് കുറച്ച് തെറി പോലെയൊക്കെ പറഞ്ഞ് നല്ല പൈതലുണ്ടായിട്ട് അവള് മറ്റേ മറിച്ച് എന്തെല്ലോ പറഞ്ഞിട്ട് ഒരു വീഡിയോ എനിക്ക് മനസ്സായിട്ട് അയച്ചു തന്നെ. കുറച്ച് ഭാഗം എനിക്ക് അയച്ചു തന്നിട്ടുള്ളൂ. അതപ്പോ ഞാൻ ആ ചെക്കൻ്റെ അടുത്ത് പറഞ്ഞ് നീ ഇമാതിരി പണി കാണിച്ചെങ്കിൽ നിന്റെ ഓൾ എന്റെ ഫ്ലാറ്റിൽ വന്നതിന്റെ ഇതൊക്കെ ഉണ്ട്. പിന്നെ ഞാനില്ലാത്ത സമയത്ത് മേനോട് കൂടെയുള്ള ഫോട്ടോ ഒക്കെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എനിക്കും അറിയാം കളിക്കാനെന്ന് പറഞ്ഞു. അപ്പൊ അവന് എന്റെ അടുത്ത് പറയാ നിന്റെ ഇതറിയാ, നീ മുന്നേ നിന്നെ കെട്ടിച്ചത് കളമശ്ശേരി അല്ലേ, അവിടെ തൊട്ടുള്ള സ്റ്റോറി എനിക്കറിയാം ഇതുവരെ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വോയിസും കാര്യങ്ങളൊക്കെ. എന്നിട്ട് പറഞ്ഞു ഞാൻ വീഡിയോ എടുത്ത് വെച്ചോളൂ, ഇടണോ വേണ്ടേന്ന് രാവിലെ തൊട്ട് ആലോചിക്കാണ്, ഇനി ഞാൻ ഇടും എന്നൊക്കെ. ഞാൻ പറയാ നീ ഇട്ടോ കുഴപ്പമില്ല. അവൻ പറഞ്ഞു നീ ഇപ്പൊ സൈബറിൽ കേസ് കൊടുത്താൽ എന്നെ ജയിലിലാക്കിയാൽ പോലും എനിക്ക് വിഷയമില്ല. അങ്ങനെയൊക്കെ ഒരു ടോക്ക്. ഇതെന്താ സംഭവം? എന്നിട്ട് കരിപ്പൊടീനെ അതിന്റെ ഇടയിൽ ലാസ്റ്റ് എന്തോ പറയണ്ട്, ഏത് മൈദപ്പൊടി ഇതൊക്കെ വിചാരിച്ചാലും ഒന്നും നടക്കൂലെന്നൊക്കെ. അവനിക്ക് എന്താ കരിപ്പൊടി കാതറിനോട് ഇത്ര ഇത്? സാധാരണ കരിപ്പൊടിനോടുള്ള ദേഷ്യമൊന്നുമില്ല. അവന് കളവ് പറയുന്നവർക്ക് ദേഷ്യമുള്ളൂ. അവന് സത്യം പറഞ്ഞാൽ ഇന്റെ വിഷയത്തിൽ മാത്രം അവൻ വീഡിയോ ചെയ്തിട്ടുള്ളൂ. അല്ല കാതറിനോട് അവനിക്ക് എന്താ ഇത്ര ഇതെന്ന് ആ ചെക്കന്? ആ ചെക്കന് മൈനാസിന്റെ വിഷയത്തിലുണ്ടോന്നല്ല, അവനക്ക് ഓൾറെഡി പ്രശ്നം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. എന്നിട്ട് ഇവൻ പറയും നീ എന്നെ പറ്റി അന്വേഷിച്ചു നോക്ക്, എന്നെ വെടിമറയിൽ അന്വേഷിക്ക്, എന്നെ കൊല്ലത്ത് അന്വേഷിക്ക്, അപ്പൊ നിനക്ക് അറിയാൻ പറ്റും ഞാൻ ആരാന്നൊക്കെ എന്റെ അടുത്ത്. ഞാൻ എന്തിനാ അന്വേഷിക്കേണ്ട കാര്യം? കെട്ടാൻ പോണാക്കണേ. അറിയില്ല. എന്നിട്ട് പറയാം ഞാനും എന്റെ ഓളെ പൊന്നുപോലെ. ഇതിന്റെ ഇടയിലേ മനസ്സിലായി എന്റെ പൊന്നു വെച്ചാലേ. അല്ല ഞാൻ ഒന്നുമില്ല, ഞാൻ നിങ്ങൾക്ക് നല്ലതേ ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. മനസ്സിലായി. ഞാൻ അന്ന് അയച്ചെന്ന ഫോട്ടോ മനസ്സായിട്ടാണോ അയച്ചെന്നേ? വൺസൈഡ് അയച്ചാണ്. കൈന്റെ എന്റെ ഫോൺ മറ്റേതായില്ലേ വൺ സൈഡ് അയച്ചാണ്. അപ്പൊ എനിക്ക് പെർമനന്റ് ആയിട്ട് അയച്ചാൽ അതിൽ എന്തായാലും കിടക്കും. പിന്നെ എന്റെ ശരീരത്തിന് ഭാഗം ചിലപ്പോ വൃത്തിയോട് തോന്നുന്നുണ്ടാവും. അല്ലെങ്കിൽ എന്റെ ഭാര്യക്ക് സംശയമല്ല, പേടിയാണ് അവസ്ഥ. കാതറിന്റെ അവസ്ഥ, കാതർ ചെയ്യുന്ന അവസ്ഥ അറിയാം. എന്റെ അവസ്ഥ എനിക്കറിയാലോ. അപ്പൊ അതുകൊണ്ടാണ്. ആ ഫോട്ടോ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. വേറെ കുറെ ഫോട്ടോസ് ഉണ്ട് മുന്നേ എടുത്തത്. പക്ഷെ ഈ ഒരു ഫോട്ടോ നല്ലൊരു ഇതായിരുന്നു. അത് ഇന്നലെ എനിക്ക് അവിടുന്ന് കിട്ടിയപ്പോഴേ ഞാൻ ഓർത്തു 2 അടി കിട്ടിയാലും വിഷയമൊന്നുമില്ല. രണ്ടടിന്റെ കുറവുണ്ട്. അന്ന് ഞാൻ എനിക്ക് അയച്ച മെസ്സേജിന്റെ കാര്യം കണ്ടപ്പോ തന്നെ ഞാൻ 2 അടിന്റെ കുറവുണ്ട് ഞാൻ പറഞ്ഞതാ. അന്ന് ഞാനോട് പറഞ്ഞു അവർക്ക് 2 അടിന്റെ കുറവുണ്ട്. അത് കൊടുക്കാൻ ആളില്ല. അവനിപ്പോഴും ബോധം വന്നിട്ടില്ല. അവനൊക്കെ വിചാരം സോഷ്യൽ മീഡിയ ആണ് ജീവിതം മൈൻഡാണ് അവനക്കൊക്കെ. ആ പൈതല് ഞാൻ അതിന്റെ ഉള്ളിൽ കിടന്ന് ശ്വാസം വലിക്കും. ഞാൻ അസാന്റെ അതേ അവസ്ഥയാണ് ആ പൈതലിനും വരാൻ പോകുന്നത്. പിന്നെ ഹലോ, ആദ്യം എന്താ ചെയ്യേണ്ടതറിയാം? പരാതി കൊടുക്കുന്ന സമയത്തേ പരാതി കൊടുക്കുന്ന സമയത്ത് അവന് ഇങ്ങനെ ഫസ്മിന ഈ ഫസ്മിനായിട്ടുള്ള റീസൺ, കാരണം ഫസ്മിനാന്റെ എക്സ് ഹസ്ബൻഡ് ആണ് എന്റെ വണ്ടി ഓടിക്കുന്നത് പറഞ്ഞാൽ മതി. അത് പറ്റില്ല. അത് ഓൾറെഡി ആള് വേറെ ആണ്. അത് അങ്ങനെ പറഞ്ഞതാക്കണ്ട. ആള് വേറെ ആളെ? അത് വേറെ ആളാ. ആര് ഫസ്മിനെ? അല്ലാന്ന് വണ്ടി ഓടിക്കുന്നത് വേറെ ആളാ. വേറെ ആളാ. അപ്പൊ ഈ ലല്ലു ആരാ? അത് ഫ്രണ്ടാന്ന് ഓന്റെ ഫ്രണ്ടാ? അങ്ങനെ പറയാനില്ല. വെറുതെ വിടില്ല. ഇല്ല ഞാൻ കേസ് കൊടുക്കാൻ പോണ എന്തായാലും. ഞാൻ ഫസ്റ്റ് തന്നെ എനിക്ക് സൈബറിലാ കൊടുക്കാനുള്ളത്. കാരണം വീഡിയോസ് യൂട്യൂബിൽ വന്നോണ്ടുണ്ട്. ഇപ്പൊ 2 ആൾക്കാർ ഇട്ടു. ഒന്ന് കാതർ കരിപ്പൊടിയും ഇട്ട്
മാനു ഇടൂന്നല്ലേ പറഞ്ഞേ, അല്ലാതെ വേറൊരാൾ ഇട്ടിട്ടുണ്ട്. മാനോട് സ്റ്റോറി എടുത്തിട്ടാണ് ഇടണേ. വേറെ ആരിട്ടിക്കണ്? വേറെ മലബാർ മീഡിയയോ, മലബാർ മീഡിയ അല്ലേ? SR മീഡിയ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ആര്? ഒരു മിനിറ്റ് ഞാൻ നോക്കട്ടെ. ഞാൻ പറഞ്ഞോളൂ. മിസ്റ്റർ മലയാളി. മിസ്റ്റർ മലയാളി ആ മൈന ഇട്ടിക്കണ? അതിട്ടുണ്ട്. അതാരെ? അത് ഇനിയിപ്പൊ എനിക്ക് എന്റെ വിഷയം ഇടാൻ തോന്നുന്നത്, എനിക്ക് തോന്നുന്നു സായി ഇടും, കായ്സ് ഇടും. കായ്സ് ഒന്നും അറിഞ്ഞില്ല എന്തോ. കായ്സൊക്കെ എന്തൊക്കെ സായി ഇടാൻ ചാൻസ് ഉണ്ട്. മാനുവിന്റെ ശത്രുവാണ്, പക്ഷെ എന്താ അറിയില്ല, നോക്കാം നമുക്ക്. അല്ല സായി ഇടും സംശയം ഞങ്ങൾക്ക് കുറവാ. കാരണം എന്താ വെച്ചാല് സായി അല്ലെങ്കിൽ ഓരോ പള്ളിയെ വിളിച്ച് തലമ കയറിക്കും. സായിന്റെ ഉറപ്പ് പറയണ്ട. പക്ഷെ ഇവന്റെ കാര്യത്തില് ഖാദർ ഇനി ഒരു വീഡിയോ കൂടി പോസ്റ്റ് ചെയ്യും. ഖാദർ എന്റെ അടുത്ത് പറഞ്ഞു, ഓൾറെഡി ഒരു വീഡിയോ കൂടി എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ ഒരെണ്ണം നിന്റെ സൈഡ് പിടിച്ചിട്ട് ഞാൻ ഒന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് അന്ന പണിയടിക്കുന്നതാണ്. നോക്കാം. ഇവിടുന്ന് വഴി എനിക്കറിയാം. അതെ, അത് അന്ന പണിയടിക്കുന്നതാണ്. പക്ഷെ അതല്ല ഇവിടെ പ്രശ്നം വരാൻ നോക്കാം, എന്തേലും ആയിക്കോട്ടെ. ഇപ്പൊ എന്ത് കേസാ? സൈബർ കേസ് കൊടുത്ത നടപടിക്ക് പഴയപടി. സൈബർ കേസ് അല്ല മെയിൻ ആയിട്ട്. പക്ഷെ അത് ഞാൻ അപ്പൊ തന്നെ വിളിച്ച് പറയിപ്പിക്കും. കാരണം അത് വീഡിയോ ഇട്ടോണ്ടിരുന്നത് ശരിയാവൂല. ക്രിമിനൽ കേസ് കൊടുത്തതാ? എല്ലാം കൊടുക്കാം. പിന്നെ അവിടെ മേനാസിന്റെ അവസ്ഥ എനിക്കറിയാലോ. മേനാസ് തല വെച്ച് കഴിഞ്ഞാൽ പലതും വീഡിയോസും പലതും പോസ്റ്റ് ചെയ്യും. ഉറപ്പായിട്ട് എനിക്കെതിരെ തെളിവില്ല എന്ന് അവിടെ മനസ്സിലായതിന് ശേഷം മാത്രം മതി വീഡിയോ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ മുന്നോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കാരണം എന്താ, അവൻ വലിച്ചു കീറിക്കാളും. മേനാസ് ഇപ്പനെ വലിച്ചു കീറിയിരുന്നല്ലോ ഒന്ന്. അവന്റെ ഭാഗം വെളുപ്പിക്കാൻ അവന് പലതും ചെയ്താൽ കേട്ടോ. എന്തായാലും സേഫ് ആയിട്ട് പോയിട്ട് പോയോ കേട്ടാ. അല്ലെങ്കിൽ ട്രെയിനിലാണോ ഒറ്റക്കാ? ഇല്ല, കാറിൽ തന്നെയാ. കാർ ആരോ ഓടിക്കുന്നേ? ഓനുണ്ട്. ആര്? ലല്ലോ? അല്ല, ഞാൻ പറഞ്ഞ പയ്യൻ. എന്തൊക്കെയാണ് എന്റെ പൊന്നു മോളെ, ഇത്രയും ലോങ് ഇത്രയും ദൂരം അവന്റെ കൂടെ ഒറ്റയ്ക്ക് പോയി വന്നോ? അതൊന്നും വിഷയല്ലപ്പാ. ശരി, എന്തായാലും നോക്കിയിട്ട് വിളിക്കട്ടാ. ഓക്കെ.